കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി മാറുകയാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ. ഈ ഗ്രാമം പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു. മാത്രമല്ല, ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത വിധത്തിൽ മുണ്ടക്കൈ ഒറ്റപ്പെട്ടു. ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെ കനത്ത മഴയ്ക്കിടെയാണ് ഉരുൾപൊട്ടലുണ്ടായത്. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി. വിവിധയിടങ്ങളിലായി 250 പേർ കുടുങ്ങിക്കിടക്കുകയാണ്. സുലൂരിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തി. നേവിയുടെ 50 അംഗ സംഘവും എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നേവിയുടെ റിവർ ക്രോസിംഗ് ടീമാണ് വയനാട്ടിലെത്തിയത്. ഏഴിമല നാവിക അക്കാദമിയിലെ നേവി സംഘത്തിൽ മെഡിക്കൽ വിദഗ്ധരും ഉണ്ടാകും. അതിനിടെ കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ശിവാനന്ദ പൈ അറിയിച്ചു. കൂടുതൽ ജാഗ്രത വേണമെന്നും അദ്ദേഹം ഒരു മലയാളം ചാനലിനോട് പറഞ്ഞു. നേരത്തെ പെയ്ത മഴയിൽ മണ്ണ് ദുർബലമായതും മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് കാരണമായി. നേരിയ ഭൂചലനം ഉണ്ടായോയെന്നും പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിൽ റെഡ് അലേർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് മഴ തടസ്സമാകുമെന്ന ആശങ്കയുമുണ്ട്. താമരശ്ശേരി ചുരം വഴി വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് കിലോമീറ്ററുകൾ അകലെ മലപ്പുറത്താണ്. മലപ്പുറം ജില്ലയിൽ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 20 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. കൈയും കാലും തലയും ഉൾപ്പെടെ വിവിധ ശരീരഭാഗങ്ങളില്ലാത്ത രീതിയിലായിരുന്നു മൃതദേഹങ്ങൾ. 3 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ മൃതദേഹവും ഇതിലുണ്ട്. ഇരുട്ടുകുത്തി, പോത്തുകല്ല്, പനങ്കയം, ഭൂതാനം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വനത്തിനുള്ളിലെ കുമ്പിളപ്പാറ കോളനി ഭാഗങ്ങളിൽ 5 മൃതദേഹങ്ങൾ കരയ്ക്കടിഞ്ഞതായി ആദിവാസികൾ പറഞ്ഞു. എന്നാൽ അഗ്നിരക്ഷാസേനയ്ക്ക് ആ ഭാഗത്തേക്ക് കടക്കാനായിട്ടില്ല.